Hello, my dear Makale. Let's step into the exciting world of English. മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. With the arrival of the very old man with enormous wings, Pelayo's life changes. He notes his concern in his diary. Write the likely diary entry. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം വായിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ 5 മാർക്ക് എങ്ങനെ അടിച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഡയറി എൻട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ നോക്കി, ഒരു ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഒരു കൃത്യമായ ഫോർമാറ്റ് ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ പകുതി മാർക്കിന് നമുക്ക് കിട്ടും. ആദ്യം നിങ്ങൾ ഡയറി എഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ മനോഹരമായ ഒരു ബോക്സ് വരയ്ക്കുക. മനോഹരമായ ഒരു ബോക്സ് വരയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കും മക്കളെ. അതിനകത്ത് വേണം നമ്മൾ എഴുതാൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഏറ്റവും ആദ്യം അന്നത്തെ തീയതിയും അതുപോലെ തന്നെ ദിവസവും, ഡേയും ഡേറ്റും ആഡ് ചെയ്യുക. അപ്പം തിങ്കളാഴ്ച ആണെങ്കിൽ മൺഡേ 22 ഓഗസ്റ്റ് അല്ലെങ്കിൽ 22 ജൂൺ, ജൂലൈ എന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതുക. ഇങ്ങനെ ഒരു ഫോർമാറ്റിനകത്ത് നിന്ന് വേണം എന്ത് എഴുതാൻ? ഡയറി എഴുതാൻ. ആദ്യം തന്നെ എഴുതുക ഡേ ആൻഡ് ഡേറ്റ്. അതിനുശേഷം എന്ത് ചെയ്യുക? അതിന്റെ കണ്ടന്റ്, ബോഡി, അതെങ്ങനെ എഴുതണമെന്ന് നമുക്ക് ഇപ്പം പഠിക്കാം അല്ലെ. നമ്മൾ എപ്പോഴാണ് ഡയറി എഴുതുക അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ മോശം ദിവസമോ ഒക്കെ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഡയറി എഴുതുക. ആ ദിവസം ഒന്ന് ഓർത്ത് വെക്കാൻ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യണമെന്നില്ല അല്ലെ. രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു, അങ്ങനെയുള്ള ഒരു കാര്യം വേണ്ട. ആ ലൈഫിൽ, ആ ഡേയിൽ, ആ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള നല്ല നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരു മോശം കാര്യമാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. അപ്പൊ ആദ്യം തന്നെ എന്ത് എഴുതണം? വാട്ട് ഐ ഫീൽ. ആ ദിവസം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? ഇറ്റ്സ് ബീൻ എ ക്രേസി ഡേ അല്ലെങ്കിൽ ഇറ്റ്സ് ആൻ അൺബിലീവബിൾ ഡേ, ഐ എം വെരി ഹാപ്പി ടുഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫീലിങ്സ് എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഫസ്റ്റ് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇറ്റ്സ് എ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന കാര്യം ഓർത്ത് വെക്കുക. ഐ എന്ന അല്ലെങ്കിൽ വി എന്ന ഒരു നറേറ്റീവ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, പലായോയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും പലായോ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പലായോ ബോട്ട് എ ന്യൂ കാർ അല്ലെങ്കിൽ പലായോ സെൻഡ് ദാറ്റ് മാൻ ഇൻ ടു എ കുപ്പ് എന്നൊന്നും എഴുതരുത്. ഐ ബോട്ട് എ ന്യൂ കാർ, ഐ ആം ഏർണിംഗ് മോർ മണി അല്ലെ. പലായോ നമ്മളാണെന്ന് അങ്ങ് സ്വയം വിശ്വസിച്ച് അങ്ങോട്ട് എഴുതുക. എന്നാൽ മാത്രമേ ഡയറിയുടെ ഫോർമാറ്റ് കറക്റ്റ് ആവുകയുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഹൈലൈറ്റ് ദ ഇമ്പോർട്ടന്റ് ഇവന്റ്സ്. എല്ലാ കാര്യങ്ങളും ഒന്നും എഴുതണ്ട. ആ ദിവസം ഉണ്ടായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? നമ്മൾ എഴുതുക. കൂടെ എന്താണ്? യൂസ് എക്സ്പ്രഷൻ അല്ലെ. എന്താ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഫീലിങ്സിന്റെ മേലെയാണ് ഡയറി മുഴുവൻ കിടക്കുന്നത്. ആ ഫോർമാറ്റും ആ എക്സ്പ്രഷൻ ഒക്കെ എഴുതി കഴിഞ്ഞാൽ മനോഹരമായിട്ടായിരിക്കും നമ്മുടെ ഡയറി കംപ്ലീറ്റ് ആവുക. ക്ലിയർ ആണോ മക്കളെ? അവസാനമായിട്ട് എന്ത് ചെയ്യുക? എൻഡിങ്. അതൊരു ഓപ്ഷണൽ ചാൻസ് അല്ലെ. നിങ്ങൾക്ക് ഇന്ന രീതിയിൽ തന്നെ ഡയറി എൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എൻഡ് ചെയ്താൽ അതെന്തായിരിക്കും? കുറച്ചുകൂടെ നല്ലതായിരിക്കും. എൻഡ് വിത്ത് എ ഹോപ്പ്ഫുൾ തോട്ട് ഓർ പ്ലാൻ ഫോർ നെക്സ്റ്റ് ഡേ. നല്ലൊരു ചിന്ത അല്ലെങ്കിൽ ഒരു തോട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നാളത്തെ ഡേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു ചെറിയ പ്ലാൻ ഒക്കെ കൊടുത്തിട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? ലെറ്റ്സ് സീ വാട്ട് ടുമോറോ ബ്രിങ്സ്, ഐ ഹോപ്പ് തിങ്സ് ഗെറ്റ് ബെറ്റർ സൂൺ. ഇങ്ങനെ എന്ത് ചെയ്യുക? എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓർമ്മയുണ്ടോ? നമുക്ക് ഫസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ആ ക്വസ്റ്റ്യൻ ഒരു ലൈക്ലി ഡയറി എഴുതി എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഏറ്റവും ടോപ്പിൽ നമ്മൾ ഡേയും ഡേറ്റും എഴുതി കഴിഞ്ഞു അല്ലെ. തേഴ്സ്ഡേ 20 ജൂലൈ. ചുമ്മാ എഴുതിക്കോ ഇഷ്ടമുള്ളൊരു ഡേറ്റ്. ആദ്യം തന്നെ വാട്ട് ഐ ഫീൽ, എന്താ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കൂ. ഇറ്റ്സ് ബീൻ ആൻ അൺബിലീവബിൾ ഡേ അല്ലെ. ഒരു അവിശ്വസനീയമായ ദിനമായിരുന്നു ഇന്ന്. ലൈഫ് ഹാസ് ബീൻ ടോട്ടലി ഡിഫറെന്റ് സിൻസ് വി ഫൗണ്ട് ദ വിങ്ഡ് മാൻ. ഈ വിങ്ഡ് മാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എത്തിയതിനു ശേഷം ഞങ്ങളുടെ ജീവിതം ആകെ മാറിയിരിക്കുകയാണ്. The best part is that our child is feeling better. ഓർമ്മയുണ്ടോ? പെലായോടെയും മെലിസിന്റെയും മോൻ ആ കുട്ടി എങ്ങനെയായിരുന്നു? ഒരു അസുഖബാധിതനായിരുന്നു. He was sick. ഇപ്പൊ എന്താണ്? ആ വിങ്ഡ് മാൻ വന്നതിന് ശേഷം ആ കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ കുട്ടി ഇപ്പം രോഗമുക്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. Sometimes I think the winged man might be an angel sent to help him. അല്ലെ. അത് ഒരു കാസ്റ്റവിയാണ്, കപ്പൽ റെക്കിന് വന്ന ഒരാളാണെന്ന് ആദ്യം വിശ്വസിച്ചിരുന്നത്. പക്ഷെ എന്താണ്? അപ്പുറത്തെ ഒരു അയൽവക്കത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ
തെറ്റുപറ്റിയിരിക്കുകയാണ്, അത് ഒരു കാസ്റ്റവേ അല്ല, ഒരു ഏഞ്ചൽ തന്നെയാണ്, കണ്ടില്ല അയാളുടെ ചിറക് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യാണ്, അത് അതുപോലെ പലായയുടെ നെറേറ്റീവിൽ എഴുതുകയാണ്. It just feels like more than luck. ഇതൊരു ഭാഗ്യത്തിലുപരി എന്തോ ആണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. Now our courtyard is always crowded with people, almost like a busy marketplace. എന്താണോ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യം അത് അങ്ങോട്ട് നമ്മളൊന്ന് പകർത്തി എഴുതുക. കൂടെ ഒരു ഇമോഷനും ഫീലിംഗും ആയി എന്ന രീതിയിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവും കൂടെ അതിൽ ചേർക്കുന്നു. We even had to call the police to help. Ever since we agreed to Elisinda's idea of charging 5 cents to see the winged man, we have been making more money. എലിസണ്ടയുടെ ഒരു ഐഡിയ ആയിരുന്നു എന്ത്, നമുക്ക് വരുന്ന സന്ദർശകരിൽ നിന്നും ഒരു 5 സെന്റ് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാക്കിക്കൂടെ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ ഒരുപാട് പണം ലഭിച്ചു. We have made a lot of money, more than we ever thought we would. See, ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അയാളുടെ സന്തോഷമാണ് നമ്മൾ കാണിക്കുന്നത്. വി എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവിൽ അങ്ങ് പോകും. എന്ന് വെച്ചാൽ എന്താണ്, ഒരുപാട് പണം വരുമ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കൂലേ, ആ സന്തോഷമാണ് മക്കളെ നമ്മൾ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. The old man just sits there quietly in the coop. He never complains even when people throw things at him or the chickens peck at him. He eats barely anything and I am starting to worry, what if he gets sick or dies? അല്ലേ, ഒരു ചെറിയ കൺസേൺ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ്. ആ ഓൾഡ് മാൻ ഇപ്പൊ ആ വീട്ടിൽ എങ്ങനെയാണ്, അയാൾ ആ കോഴിക്കൂട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, അയാൾ ഒന്നും കഴിക്കുന്നൊന്നുമില്ല. അപ്പം അയാൾക്ക് എന്തെങ്കിലും അസുഖം വന്ന അയാൾ മരിച്ചു പോകുമോ എന്ന പലയുടെ കൺസേൺ എന്താണ്, വാട്ട് ഇഫ് ഹി ഗെറ്റ് സിക്ക് ഓർ ഡൈസ്, ഒരു വെറി നമ്മൾ എന്ത് ചെയ്യാണ്, ടെൻഷൻ ആഡ് ചെയ്തു. എലിസിൻഡ only cares about making money, but I am tired of it all. എലിസിൻഡയ്ക്ക് എന്താണ്, പണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ ഇതിനെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് എന്നൊരു സങ്കടവും കൂടെ ആഡ് ചെയ്യുന്നു. The noise, the crowds and the lack of privacy are always on my mind. എൻ്റെ മനസ്സിൽ പണത്തിനേക്കാൾ കൂടുതൽ ഉള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആകെ താറുമാറായിരിക്കണം, ഇവിടെ നിന്നും തിരക്കാണ്, അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു സ്വകാര്യതയില്ല എന്നുള്ള ഒരു വിഷമം കൂടെ ആഡ് ചെയ്യുന്നു. ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. I really hope things settle down soon. I don't know how much more of this I can take. അല്ലേ, ഒരു ചെറിയ ഹോപ്പോട് കൂടി നമ്മൾ ഈ ഡയറിയും കൂടെ എൻഡ് ചെയ്ത് കഴിഞ്ഞു. മക്കളെ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഉറപ്പിച്ച മക്കളെ ഫുൾ മാർക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കുക. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററിലൊക്കെ ക്യാരക്ടേഴ്സ് ഡയറി എഴുതുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഓണം എക്സാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുന്ന വേറൊരു ടോപ്പിക്കായിട്ട് സാറ് വരാം. അതുവരെ ഒരു താൽക്കാലിക വിരാമം. ബൈ.